നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ. കരിമീൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, അതായത് നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ മസാല അല്ലെങ്കിൽ ഗ്രേവി തയ്യാറാക്കാം. 3 സവോളയാണ് എടുത്തേക്കുന്നത്, ഒരു വലിയതും 2 ചെറുതും. അതുപോലെ വലിയ 5 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി വലുതും, 1 ചെറുതും, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. ഇതും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ തക്കാളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല ആവശ്യമായിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാല്, അതല്ലെങ്കിൽ മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് വേണമെങ്കിൽ മീൻ വറുത്ത അതേ പാനിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വെറുതെ വേസ്റ്റ് ആയിട്ട് എണ്ണ പോകാനുമില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാനിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ മീൻ വറുത്തത് മാറ്റി വെച്ച് അതിൽ തന്നെ ഈ മസാലയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതിന് പ്രത്യേക രുചിയും കൂടെ ഉണ്ടായിരിക്കും. ഞാനിപ്പോ അധികം ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് തക്കാളി ഒഴികെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെച്ചെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. ബ്രൗൺ നിറം ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണം ഒന്ന് മാറട്ടെ, അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എന്താ, ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും നല്ലതുപോലെ തക്കാളി ചേർത്ത് വഴറ്റാം. നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കരിമീൻ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മീൻ നല്ലതുപോലെ ഒന്ന് ഈ മസാലയിലേക്ക് ആക്കി വെക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നമ്മളിത് വറുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയില്ല. കുറച്ച് നേരം ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ. ഗ്രേവിയും അതുപോലെ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവട്ടെ. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്.